ഹായ് എവരിവൺ, ഐ ആം ഗാഥ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ വീഡിയോസ് കാണാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ലേണിംഗ് എന്ന ചാപ്റ്റർ ആയിരുന്നു. പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് കിടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിയുടെ ഏറ്റവും ഒരു ബേസിക് ആയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പം അത് ആ ഒരു ഇതിൽ ഇമ്പോർട്ടൻസ് കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ ആ ക്ലാസ് കാണാൻ. ക്ലാസ് ആണ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് നോട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പം കൂടുതലും മനസ്സിലാകാത്തവർക്ക് ഈ നോട്ട്സ് ഉപകരിക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പൊ അതിലാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തതയോടെ തന്നെ പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ലേണിംഗ്, എങ്ങനെയാണ് ലേണിംഗ് എന്നുള്ളത് അല്ലെ? ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പഠനം അല്ലെങ്കിൽ പഠിക്കുക അല്ലെ? നമുക്ക് വിദ്യാഭ്യാസം എന്നൊക്കെ നമുക്ക് ലേണിംഗിൽ നമ്മൾ അറിവ് നേടുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ലേണിംഗിനെ പറ്റി പറയാം. ദ കോൺസെപ്റ്റ് have been defined by the various scholars, but Robert Barron and Richard Mayer's definition states that it is the process of acquiring knowledge, skills, attitudes, values, and preference. Montessori introduced different approach to education, and it has influenced the classification of learning theories into 3. മോണ്ടിസോറിയിലല്ല, നമ്മുടെ സൈക്കോളജിയിൽ തന്നെ ലേണിംഗ് തിയറീസിനെ 3 കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മോണ്ടിസോറി എന്ന് പറയില്ല കേട്ടോ. മോണ്ടിസോറി അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഹാവ് ബീൻ ഡിഫൈൻഡ് ആസ് വേരിയസ് സ്കോളേഴ്സ്. പല സ്കോളേഴ്സും ഈ ലേണിംഗിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് റോബർട്ട് ബാരോണും റിച്ചാർഡ് മേയറും ആണ്. ഇതെന്ന് പറയുന്നത് പ്രോസസ് ആണ്. എന്തിന്? നോളജ് അക്വയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. സ്കിൽസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ടാണ് ലേണിംഗ്സ് എന്നുള്ളൊരു ആ ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ മോണ്ടിസോറി 3 കാറ്റഗറീസ് ഓഫ് ലേണിംഗ് തിയറീസ്. 3 രീതിയിലാണ്, മോണ്ടിസോറിയിലല്ല, ഇത് ഓൾറെഡി മിസ്റ്റേക്ഡ് ആണ്. 3 കാറ്റഗറീസ് ഓഫ് ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസിന് 2 കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബിഹേവിയർ ലേണിംഗ് തിയറീസ്, അതായത് ബിഹേവിയർ ലേണിംഗ് തിയറീസ്, കോഗ്നിറ്റീവിസ്റ്റ്, കൺസ്ട്രക്റ്റിവിസ്റ്റ്. ഈ 3 രീതിയിലാണ് ലേണിംഗ് തിയറീസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബിഹേവിയർ ലേണിംഗ് തിയറീസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്സർവ്ഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഇറ്റ് ഫോക്കസ് on a new behavioral pattern repeated until it become automatic. അല്ലെ? ബിഹേവിയർ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ചേഞ്ചസ് ഓഫ് ദ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് സംഭവിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി. ഇപ്പൊ ബിഹേവിയറിസ്റ്റ് വക്താക്കൾ, കോഗ്നിറ്റീവിസ്റ്റ് ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്, ഇതിനെയൊക്കെ കൂടുതൽ കൺസ്ട്രക്റ്റീവ് രീതിയിൽ ആക്കണം. അങ്ങനെ ഓരോരോ രീതിയിലും ഓരോരോ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കോഗ്നിറ്റീവിസ്റ്റ് ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ലേണിംഗ് തിയറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ത്രൂ പ്രോസസ് ബിഹൈൻഡ് ബിഹേവിയർ. ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ആർ ഒബ്സർവ്ഡ് ആൻഡ് യൂസ്ഡ് ആസ് ടു വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ലേണേഴ്സ് മൈൻഡ്. അതായത് ഒരു ലേണറിന്റെ മൈൻഡിൽ എന്ത് സംഭവിക്കുന്നു അല്ലെ? ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബിഹേവിയറിൽ അല്ലെ? ബിഹൈൻഡ് ദ ബിഹേവിയർ ചേഞ്ചസ് ആൻഡ് ഒബ്സർവ്ഡ് യൂസിങ് ദി ഹാപ്പനിങ് ഇൻസൈഡ് ദ ഒരു ലേണറിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അല്ലെ? ലേണിംഗ്. കോഗ്നിറ്റീവിസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ കോഗ്നിറ്റീവിസ്റ്റ് വക്താക്കൾ കുറച്ചധികം പേരുണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അവരെങ്ങനെയാണ് തിയറീസ് മുന്നോട്ട് കൊണ്ടുവന്നത്, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യം. കൺസ്ട്രക്റ്റീവ് ലേണിംഗ് തിയറീസിനകത്ത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിമൈസസ് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് കൺസ്ട്രക്ട് their own perspective of world through individual experience. ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനനുസരിച്ച് എന്താ കൺസ്ട്രക്റ്റീവ് അല്ലെ? കൺസ്ട്രക്ട് their own, ആ കുട്ടിയുടെ കാഴ്ചപ്പാടിലാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് അല്ലെ? കൺസ്ട്രക്റ്റീവ് ലേണിംഗ് തിയറി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 3 ആസ്പെക്ട്സ് ഉണ്ട് ലേണിംഗ് തിയറീസിന്റെ അകത്ത്. ലോക്കസ് ഓഫ് ചേഞ്ച്, ദ കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ നോളജ്, ബിഹേവിയർ ഓഫ് ദ ലേണർ. അതേപോലെ തന്നെ കോസസ് ഓഫ് ചേഞ്ച്, ലേണേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദി എൻവയോൺമെന്റ്. ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എൻവയോൺമെന്റിന്റെ എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കും. ഈ ചില സമയത്ത് ചേഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ മാറാനായിട്ട് വയ്ക്കും. അതേപോലെ തന്നെ ചേഞ്ച് ഈസ് പെർമനന്റ് ഓർ ലോങ് ടേം. ചേഞ്ചസ് എന്ന് പറയുന്നത് ഇന്റർ കേസ് ലേണിംഗ് തിയറീസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? പെർമനന്റോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കേസോ ആയിരിക്കും. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് യൂസ്ഡ് അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് ലേണിംഗിൽ പറയുന്നത്? ലേണിംഗ് എന്നോ അതിന്റെ അകത്ത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ എ കോംപ്ലക്സ് പ്രോസസ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. ഇത് നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓരോരോ കാര്യങ്ങളെ പറ്റി നമ്മൾ
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്റേണൽ, ഒരു ആന്തരികമായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂടിയാണ്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതുകൂടാതെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സും കൂടാണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ്സും കൂടാണ്. അതല്ലാതെ ഇതൊരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യവും കൂടെ ആണെന്നാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ അതിൻ്റെ അത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി ആണ്. ബിഹേവിയറിസം അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ബിഹേവിയറിസം എന്നാണ് പറയുന്നത്. ഈ ബിഹേവിയറിസ്റ്റിനകത്ത് പറയുന്നത് ലേണിംഗ് ഈസ് എ കണക്ഷൻ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ആണ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. സ്റ്റിമുലസിന്റെയും റെസ്പോൺസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് എന്ന്. സ്റ്റിമുലസ് അല്ലെ, നമുക്ക് ഒരാൾ നമ്മുടെ കണ്ണിലോട്ട് കുത്താൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവും, ഒരു ഇതുണ്ടാവും അല്ലെ, റെസ്പോൺസ് ഉണ്ടാവും. നമുക്കത് ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന അല്ലെ ആ ഒരു റെസ്പോൺസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ബിഹേവിയർ തിയറീസ് ഒക്കെ കൊണ്ടുവന്ന പല ആൾക്കാരുകളുണ്ട്. ആരൊക്കെയാണ്? പാവ്ലോവ് അല്ലെ, പാവ്ലോവ്, വാട്സൺ, തൊണ്ടെക്, സ്കിന്നർ. അദ്ദേഹം ഓരോരുത്തരും ഓരോരോ തിയറിയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാവ്ലോവിന്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, വാട്സന്റെ ആണ്, JB വാട്സന്റെ ആണ് ഹ്യൂമൻ ബിഹേവിയർ തിയറി, അതേപോലെ തൊണ്ടേക്കിന്റെ ആണ് തിയറി ഓഫ് കണക്ഷനിസം. ഈ പേരൊന്നും മറക്കരുത്. സ്കിന്നറിന്റെ ആണ് ഒപ്പേറന്റ് കണ്ടീഷൻ. ഇതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവാൻ പൗലോയിൽ പറയുന്നത് എന്താണ്? ഇവാൻ പൗലോ എന്ന് പറയുന്നത് ആരാണ്? ക്ലാസിക്കൽ കണ്ടീഷൻ ഡിസ്കവർ ചെയ്തത് ഇവാൻ പൗലോവ് ആണ്. ഇതൊരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് പാവ്ലോവ്, അല്ലെങ്കിൽ ഹിസ് എ വെൽ നോൺ ഫോർ ദ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി വെയർ ഹി ട്രെയിൻഡ് എ ഡോഗ് അല്ലെ. ഇദ്ദേഹം എന്താ ചെയ്തത്? ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കായിരുന്നു. അതിന്റെ ഒരു കഥയൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ഒരു സ്റ്റിമുലസും സലൈവയൊക്കെ വരുന്ന ബെല്ലടിക്കുമ്പോൾ ഫുഡ് കൊണ്ട് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്തുണ്ടാകുന്നു? ആ ഒരു ഡോഗിന് സ്റ്റിമുലസ് ഉണ്ടാകുന്നതും അല്ലെ, അതുകൂടാതെ അതിന്റെ റെസ്പോൺസ് ആയിട്ട് സലൈവ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ ബെല്ലടിക്കുമ്പോഴാണ് ആർക്ക് മനസ്സിലാകുന്നത്? ഡോഗിന് മനസ്സിലാകുന്നത് എന്ത്? എന്റെ ഫുഡ് ആയിട്ടുണ്ട്. അപ്പൊ ഫുഡിന് ആ ഒരു കൂട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ആദ്യം നമ്മൾ തുറന്നു കൊടുത്താലേ ഇതുങ്ങൾക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഈ പൗലോ അതിനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ എക്സ്പീരിയൻസിലൂടെ, പ്രാക്ടീസിലൂടെ സ്വന്തമായിട്ട് ഏതോ ഒരു പൊസിഷനിൽ തൊടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഡോർ ഓപ്പൺ ആകും. അപ്പൊ ദിവസവും ഈ ഒരു വിശന്ന് ഇരുന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുവയ്ക്കുമ്പോൾ വിശപ്പ് കാരണം ആ ഒരു കൃത്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്ത് പറ്റും? ഡോഗിന് ഒരു ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഇവാൻ പൗലോ പറയുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിക്കകത്ത്. അതേപോലെ തന്നെ ഹിസ് തിയറി എസ്റ്റാബ്ലിഷ് ദാറ്റ് ലേണിംഗ് ക്യാൻ ബി ഹാപ്പൻ ബൈ SR സ്റ്റിമുലസ്. അതായത് സ്റ്റിമുലയും റെസ്പോൺസും കണ്ടീഷനും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ SR ലേണിംഗ് എന്ന് നമുക്കിതിനെ പറയാം. SR കണ്ടീഷനിങ് എന്ന് നമുക്ക് ഈ ഒരു തിയറിയെ പറയാം. അതേപോലെ തന്നെ എഡ്വേർഡ് തൊണ്ടേക്ക് എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹവും SR തിയറി ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെയാണ് ട്രയൽ ആൻഡ് ഇറർ തിയറി എന്ന് പറയുന്നത്. എഡ്വേർഡ് തൊണ്ടേക്കിന്റെ തിയറിയാണ് ട്രയൽ ആൻഡ് ഇറർ തിയറി. ഇദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത് കാറ്റിനെ ആയിരുന്നു. ഇത് 3 ലോസ് ഇദ്ദേഹം കൊണ്ടുവരികയും, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്ട്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. അടുത്തത് JB വാട്സൺ എന്താ യൂസ് ചെയ്തത്? പാവ്ലോവിന്റെ ഐഡിയ തന്നെയാണ് യൂസ് ചെയ്തത്. ഇദ്ദേഹം എന്താണ്? SR തിയറി തന്നെയാണ്. വാട്സൺ ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്, ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു അതേപോലെ സൈക്കോളജിയിൽ മോർ ബിഹേവിയറിസ്റ്റിക് ആൻഡ് എംഫസൈസ്ഡ് റോൾ ഓഫ് കണ്ടീഷനിങ് ഇൻ ദ ക്ലാസ് റൂം. ഇങ്ങനത്തെ നല്ല രീതിയിൽ ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള ഒരു കൂടുതലായിട്ട് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നല്ല കണ്ടീഷനിങ് ആയിട്ട് റെസ്പോൺസ് ഉള്ള കാര്യങ്ങൾ വേണം ചെയ്യാനെന്ന് ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. BF സ്കിന്നറും പറയുന്നത് അത് തന്നെയാണ്. ഒപ്പേറന്റ് കണ്ടീഷൻ തിയറി. സ്കിന്നറിന്റെ അതർ നെയിം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ്, R ടൈപ്പ് തിയറി എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. സ്കിന്നർ ആൾസോ ബിലീവ്ഡ് ഇൻ ദ സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ. സ്കിന്നർ ബിലീവ്ഡ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ്, ഇദ്ദേഹം ചെയ്തത് ഹ്യൂമൻ ബീങ്സിനെ കൊണ്ടിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ആരെ കൊണ്ട്? റാറ്റിനെയും പീജൻസിനെയൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്തൂടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ബിഹേവിയറിസ്റ്റിനകത്ത് റിവേർഡ് ബേസ്ഡ് ലേണിംഗ് ആണ്. സ്റ്റിമുലസ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, ആൻഡ് ബിഹേവിയർ കണ്ടീഷനിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിന്റെ അകത്തൂടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റും കൊഗ്നിറ്റിവിസ്റ്റിനെ പറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൊഗ്നിറ്റിവിസ്റ്റ് വ്യൂസിനെയാണ്. കൊഗ്നിറ്റിവിസ്റ്റ് തിയറീസിനെ പറ്റിയിട്ടാണ്. അതായത് ഇതിന്റെ സ്കീം അല്ലെ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റിവിസ്റ്റ് ഇതിന്റെ അകത്ത് പറയുന്നത് എന്തൊക്കെയാണ്?
ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്കീമാസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഷോർട്ട് ടൈം മെമ്മറി ആണ് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി ആണ്. മീനിങ് ഫുൾ എഫക്ട് ഉണ്ടാകണം അല്ലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആണ്, സീരിയൽ പൊസിഷൻസ് ആണ് എന്നൊക്കെ നമ്മൾ ഇതിന്റെ അകത്തൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ജെറോം എസ് ബ്രൂണർ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. എന്താണ്? അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. ഒരു ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റും കൂടാണ്. കോഗ്നിറ്റീവിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഗോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ ഒന്ന് ജനറൽ ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നായിരുന്നു ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അല്ലെ. ത്രൂ ഡൂയിങ് ഇറ്റ്, ത്രൂ പിക്ചേഴ്സ് ഓർ ഇമേജ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് എന്നീ രീതികളിൽ വേണം കുട്ടികൾ പഠിക്കാൻ എന്നായിരുന്നു. അതേപോലെ തന്നെ ബ്രൂണർ ഡെവലപ്പ് ചെയ്തതാണ് സ്കൂൾ ഷുഡ് സ്ട്രൈവ് ടു ടീച്ച് ദ ജനറൽ നേച്ചർ ഓഫ് സ്ട്രക്ചർ ഓഫ് സബ്ജക്ട് റാദർ ദാൻ കോൾഡ് ഡീറ്റെയിൽസ് ആൻഡ് ഫാക്ട് ഓഫ് ദ സബ്ജക്ട്. അതേപോലെ തന്നെ എനി സബ്ജക്ട് ക്യാൻ ബി തോട്ട് എഫക്റ്റീവ്ലി ഇൻ സം ഡെവലപ്മെന്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് വെയർ ബൈ ദ ചൈൽഡ് റിലീസ് ഓൺ ഇൻസൈഡ് ദാറ്റ് പ്ലാൻ സ്റ്റെപ്പ് ടു അനലൈസ് അല്ലെ. ഓരോ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാനെന്നും കൂടെ ബ്രൂണർ പറയുന്നുണ്ട്. അതുകൂടാതെ കൺസ്ട്രക്റ്റിവിസ്റ്റ് കാഴ്ചപ്പാടിലും ഇത് തന്നെയാണ് പറയുന്നത് അല്ലെ. കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് നോളജ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ബിലീവ്സ് ദാറ്റ് ലേണേഴ്സ് കൺസ്ട്രക്ട് ദെയർ ഓൺ റിയാലിറ്റി, അവരുടെ റിയാലിറ്റിയിൽ നിന്ന് വേണം അവര് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പം അതിനകത്ത് പല രീതിയിലും കാണും. അപ്പൊ നമ്മുടെ മൈൻഡിനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരിക അല്ലെ. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാൻ. അതേപോലെ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ വേൾഡ്. ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് മീനിങ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിക്സ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതേപോലെ കൺസെപ്ഷണൽ ഗ്രോത്ത് കംസ് ഫ്രം ദി നെഗോസിയേഷൻ ഓഫ് മീനിങ്. ലേണിംഗ് ഷുഡ് ബി റിയലിസ്റ്റിക് സെറ്റിംഗ്സ്. നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട് അല്ലെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് വളർച്ച എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അവർ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യണം. അവര് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. റിയാലിറ്റിയിൽ നിന്ന് വേണം അവർ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.